ഒന്നും അറിയില്ല അങ്കിളെ. ചികിത്സിക്കുന്ന ഡോക്ടർ പെർമിഷൻ കൊടുത്താലല്ലേ പോലീസിന് മൊഴിയെടുക്കാൻ പറ്റുള്ളൂ. ആ ഡോക്ടർ ആണെങ്കിൽ പേഷ്യന്റിനെ പൊതിഞ്ഞു വെക്കുന്നതായിട്ടാ ഇപ്പൊ എല്ലാവർക്കും തോന്നുന്നത്. ആന്റിക്ക് ഹാർട്ട് പ്രോബ്ലം അല്ലേ ചേച്ചി? പോലീസിനെയൊക്കെ കണ്ട് വീണ്ടും അത് ഷോക്കാവണ്ടെന്ന് കരുതിയാവും. ആ, എന്തായാലും ഡോക്ടർക്ക് ഒരു ദിവസം പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തല്ലേ പറ്റൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അയ്യോ, ആന്റിയെ ഡോക്ടറെ കാണിച്ചില്ലേ? നല്ല ചുമയുണ്ടല്ലോ. ചെറിയ പനിയുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. മരുന്ന് കഴിക്കുന്നുണ്ടനു. അലർജിയുടെയും കൂടിയാണെന്നാ ഡോക്ടർ പറഞ്ഞത്. എങ്കിൽ ആന്റി ഇവിടെ നിർത്താതിരിക്കുന്ന അങ്കിളെ നല്ലത്. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. ഇന്ന് രാത്രി മഞ്ചാടിയുടെ കൂടെ ഞാൻ നിന്നോളാം. അതാ അച്ഛൻ നല്ലത്. അമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുമല്ലേ. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. നാളെ ഡിസ്ചാർജായി ഞാൻ അങ്ങോട്ട് വന്നോളാം. നിനക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ അനു? വീട്ടിൽ കുഞ്ഞുള്ളതല്ലേ? അതൊന്നും സാരമില്ല ആന്റി. വിച്ചൂട്ടനെ ഭാനുമ നോക്കിക്കോളും. പിന്നെ അവനിപ്പോ അച്ഛനെ അമ്മയൊക്കെ വിട്ടുനിന്ന് നല്ല ശീലമാ. നിങ്ങൾ രണ്ടുപേരും പോയിക്കോളൂ. മോളെ ഞാൻ നോക്കിക്കോളാം. എന്ന് ഞങ്ങൾ പോട്ടെ മോളെ. അമ്മയ്ക്ക് തീരെ വയ്യാത്തോണ്ടാ. ശരി അമ്മ. ഡിസ്ചാർജിന് മുമ്പ് ഞാനിങ്ങ് വന്നോളാം. എന്നാ പോയിട്ട് വരാം. വരട്ടേനു. ശരി അങ്കിൾ. പോയി നന്നായി റെസ്റ്റ് എടുക്കട്ടോ. മോളെ, ഈ പാത്രം കൂടി അങ്ങ് കൊണ്ടുപോയേക്കാം. ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊടുത്തു. ശരി. എന്ത് കോലായത്. മുടി ഞാൻ കെട്ടിത്തരാം. വാ. കേസ് കൊടുത്താൽ കിട്ടുമെന്നൊക്കെയാണ് അവര് പറയുന്നത്. എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല, താല്പര്യമില്ല.